ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിൽ പാചകം ചെയ്യുമ്പോൾ സാധാരണയായിട്ട് പലതരം പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. എന്നാലും ഇപ്പോൾ പ്യുവർ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വീട്ടിൽ പച്ചക്കറികൾ കൊണ്ട് വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ തയ്യാറാക്കും. കുറച്ച് വ്യത്യാസം തോന്നുക, എല്ലാ ദിവസവും ഒരേ തരം കറി കഴിക്കുന്നതിനെക്കാട്ടിലും ഇടയ്ക്കിടയ്ക്ക് ഒരു ചേഞ്ച്, പ്രത്യേകിച്ച് വീട്ടിൽ അതിഥികൾ വരുമ്പോൾ. അതിഥികളൊന്നും വന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്നും ഉണ്ടാക്കുന്ന കറികൾ നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കി കഴിക്കും. നോൺ വെജ് കഴിക്കുന്ന വീട്ടുകാരാണെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള വിഭവങ്ങൾ, ഇപ്പോൾ മത്സ്യം, പലതരം ഇറച്ചി, കോഴിയാണെങ്കിലും ആട്ടിറച്ചി, ഇങ്ങനത്തെ കാര്യങ്ങളോടൊപ്പം തന്നെ പച്ചക്കറികളും അവരുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ മീൻ അല്ലെങ്കിൽ മത്സ്യം എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ചിക്കൻ, ഇതൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വാങ്ങുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ നോൺ വെജ് ആണെങ്കിലും എല്ലാ ദിവസവും നമ്മൾ ഒരു പക്ഷേ വീട്ടിൽ തയ്യാറാക്കില്ല. ചിലപ്പോൾ അത് സീസണലായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും, ഒരുപാട് കൂടുതലായിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന സമയം വാങ്ങി ചെയ്യുന്നത്. കല്ലുമ്മക്ക എന്ന് പറയുന്നത് അത്തരമൊരു വിഭവമാണ്. പക്ഷേ അത് ഓൾ സീസണുമാണ്, ചില സമയങ്ങളിൽ എപ്പോഴും കിട്ടും. പ്രത്യേകിച്ച് നോർത്ത് കേരളയിൽ പോയി കഴിഞ്ഞാൽ കല്ലുമ്മക്ക എന്ന് വെച്ചത് ഒരു നിത്യസംഭവമാണ്. അത് മാത്രം വിൽക്കുന്ന കടകളുണ്ട്, ചില ബീച്ച് ഏരിയാസിലൊക്കെ അത് വിൽക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് എല്ലാവരും ഇഷ്ടമാണ്. നോർത്ത് കേരളയിലെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഇഷ്ടമാണ് കല്ലുമ്മക്ക കൊണ്ടുള്ള വിഭവങ്ങൾ. എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച ഈ കല്ലുമ്മക്കയുടെ വ്യത്യസ്തമായ വിഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണ്. അപ്പം നമ്മളുടെ ഐറ്റം എന്താണെന്ന് ഏകദേശം മനസ്സിലായില്ലേ? കല്ലുമ്മക്ക കൊണ്ടുള്ള വിഭവമാണ്. അത് ചില ഭാഗങ്ങളിൽ ചിപ്പി എന്ന് പറയും, ചില ഭാഗങ്ങളിൽ കല്ലുമ്മക്ക എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന സീസൺ എന്ന് വെച്ചാൽ ചിങ്ങം കന്നി മാസങ്ങൾ, ചിങ്ങം കന്നി തുലാം, ആ സമയത്താണ് നല്ല ഫ്ലഷി ആയിട്ട് നിറച്ച് മാംസമുള്ള കല്ലുമ്മക്ക കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അത് വാങ്ങിയാൽ അത് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇത് എങ്ങനെ അത് വൃത്തിയാക്കി എടുക്കും, അതിനെക്കുറിച്ചുള്ള അജ്ഞത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പലരും മടിക്കാറുണ്ട് ഇത് വാങ്ങി തയ്യാറാക്കാൻ. പക്ഷേ വളരെ സ്വാദുള്ള കാര്യമാണ്, ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കല്ലുമ്മക്ക. അപ്പോൾ നമ്മളിന്ന് കല്ലുമ്മക്ക കൊണ്ടൊരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ കല്ലുമ്മക്ക തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കല്ലുമ്മക്ക 100 എണ്ണം, തേങ്ങ ചിരകിയത് 1/4 കപ്പ്, ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കി എടുത്തത് 1 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല പൊടി 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില 2 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ഏകദേശം 1/2 കപ്പ്. അപ്പോൾ നമ്മൾക്കിനി കല്ലുമ്മക്ക തോരൻ തയ്യാറാക്കാം. അപ്പോൾ കല്ലുമ്മക്കായ ഒന്ന് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? ഇത് നമ്മളൊരു അളവെന്ന് പറഞ്ഞാൽ 100 എണ്ണം 100 കല്ലുമ്മക്ക റെഡിയാക്കി വെച്ചിരിക്കുക. റെഡിയാക്കിയിട്ടില്ല, ഇനി റെഡിയാക്കാൻ പോകണം, എണ്ണി വെച്ചിരിക്കുവാണ്. ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ, വളരെ ഇൻട്രസ്റ്റിംഗ്, ശരിക്കും പറഞ്ഞാൽ വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം. ഒരു ജോലി എന്നുള്ള രീതിയിലല്ല, അല്ലാണ്ട് തന്നെ ഒരു ക്ലീനിങ് പ്രോസസ്സാണ്. അപ്പോൾ ചൂടായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് നമ്മൾ എണ്ണി വെച്ചിരിക്കുന്ന 100 കല്ലുമ്മക്ക ഇതങ്ങനെ തന്നെ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് സമയം ഒന്ന് സ്റ്റീം ചെയ്യണം. അപ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ കുറച്ച് ഈർപ്പം ഉണ്ടാകുമല്ലോ. എന്തായാലും ആ ഒരു ആവിയിൽ തന്നെ ഇത് വേഗം എന്ന് വെച്ചാൽ ഇങ്ങനെ ആ തോടിൽ നിന്നും ഇങ്ങനെ വിട്ടുവരും ആ മാംസം, ആ ഒരു സ്റ്റേജിലേക്ക് വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളതെടുത്ത് ആ തോടിൽ നിന്നും അതിൻ്റെ മാംസം എടുത്ത് മാറ്റി അതിൻ്റെ അകത്ത് ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് ആവി കയറട്ടെ, ഒരു 15 മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് കാണാം. ഇപ്പോൾ 15 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മൾക്കിനി അടപ്പ് തുറന്ന് നോക്കാം. നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിരുന്നില്ല, പക്ഷേ ഈ കല്ലുമ്മക്ക വെറുതെ ഒന്ന് കഴുകിയെടുത്തല്ലോ, അപ്പോൾ അതിനകത്തൊരു ഈർപ്പമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ചേർന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇങ്ങനെ അതിൽ നിന്നും ഇങ്ങനെ തിളച്ച് മുകളിലേക്ക് വരും. ഇപ്പോൾ അത് എല്ലാ ചിപ്പിയും ഇങ്ങനെ പിളർന്നിരിക്കുകയാണ്. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അല്പം ഒന്ന് തണുക്കാനായിട്ട് സമയം കൊടുക്കും. എന്നിട്ട് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഓരോന്നിനെയും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഒരെണ്ണം ഞാൻ സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഭയങ്കര ചൂടാണല്ലോ, നോക്കൂ, കണ്ടില്ലേ, 2ആയിട്ട് പിളർന്ന് വരുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ് ഇതിങ്ങനെ എടുക്കാനായിട്ട്. ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ചിപ്പി 2ആയി പിളർന്ന് വരും. എന്നിട്ട് ഇതിപ്പോൾ നല്ല ചൂടാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിലൊരു ആണി പോലൊരു സാധനമുണ്ട്. അതായത് ഈ ഫ്ലഷി ആയിട്ടുള്ള ഭാഗം ഈ ചിപ്പിയിൽ ഉറപ്പിക്കുന്ന ഒരു ഭാഗം, അതാണ് അതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ പകുതി, ഈ ഒരു ചിപ്പി 2ആയിട്ട് മുറിച്ചല്ലോ, അതിൻ്റെ ഹാഫ് പോർഷൻ കൊണ്ട് ഈ ഭാഗം ഇങ്ങനെ നമ്മൾ ഇളക്കണം. അപ്പോൾ ഇത് കണ്ട ഈസി ആയിട്ട് ഇളകി വരും. അതുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ വലിക്കാൻ നോക്കരുത്. വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ എന്താ പറയുക, ഷേപ്പില്ലാണ്ടൊക്കെ പോകും. പക്ഷെ ഇതിങ്ങനെ കുത്തി ഇളക്കാം. അപ്പോൾ അതിങ്ങനെ വിട്ട് വരും. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ കണ്ടല്ലോ, അപ്പോൾ ഈ ചിപ്പി ഇങ്ങനെ എടുത്തിട്ട് ഇനി വരുന്നത് ഇതിൻ്റെ ക്ലീനിങ് ആണ്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചകിരി മാതിരി ഇരിക്കുന്ന ഈ ഭാഗമാണ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടത്. ഇതിൽ ഈ ചകിരി ഭാഗം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വലിച്ച് പൊട്ടിച്ചെടുക്കാം. പക്ഷേ അപ്പോഴും അകത്ത ഭാഗം കുറച്ചുകൂടി ഇതിൻ്റെ കൂടെ പുറത്തേക്ക് വന്ന് ഇതൊരു ഭംഗി നഷ്ടപ്പെടും. അതിന് പകരം
ഒരു ചെറിയ കത്തി എടുത്തിട്ട് ഈ ഭാഗത്ത് അതിനിങ്ങനെ അതിൻ്റെ ആ ഒരു എൻഡ് പോർഷനിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കത്തി ഇങ്ങനെ മുറിച്ച് മാറ്റാം. ഇങ്ങനെ മുറിച്ച് മാറ്റാം. ഉണ്ടല്ലോ, വേസ്റ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെയാണ് നമ്മളുടെ ചിപ്പി റെഡിയാണ്. പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ കുറച്ച് അഴുക്കെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ തിരിച്ച് കമിഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ ഒലിച്ചാണ് കഴുകേണ്ടത്. അപ്പോൾ ഉള്ളിലെ എല്ലാ അഴുക്കും മണ്ണും ഒക്കെ മാറിക്കിട്ടും. എന്നിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ കല്ലുമക്ക 100 എണ്ണവും ഞാൻ ആ ചിപ്പി പിളർന്ന് അതിൻ്റെ മാംസഭാഗം ക്ലീൻ ചെയ്തെടുത്തു. വെള്ളത്തിൽ നന്നായിട്ട് ഒലിച്ച് കഴുകി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ട അരപ്പ്. തോരനാണ്. ഇപ്പോൾ തോരനൊരു അരപ്പ് വേണ്ടേ? തേങ്ങ കൊണ്ടുള്ളൊരു അരപ്പ്. ഇത് 1.25 കപ്പോളം ചിരകിയ തേങ്ങ. ഇതിൻ്റെ കൂടെ 1-2 കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്? മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇതിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി വേണ്ടത് ഏതാണ്ട് ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി. എരിവൊക്കെ നോക്കി ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ്. ഇതിപ്പോൾ പിരിയൻ മുളകിൻ്റെ പൊടി തന്നെ ഞാനൊരു 1.5 ടീസ്പൂൺ ചേർക്കുന്നു. ഇനി കുരുമുളക് പൊടിച്ചത് ഏതാണ്ട് ഒരു 1 ടീസ്പൂണോളം ചേർക്കാം. ഞാൻ പറഞ്ഞില്ലേ, എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ്. അത് മാറ്റങ്ങളോടുകൂടി തന്നെ ചെയ്യാം. ഇനി ഇത്രയും മുളക് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. കുരുമുളക് പൊടി ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. പിന്നെ പച്ചമുളകിൻ്റെ സ്വാദ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. നമ്മളിപ്പോൾ പച്ചമുളക് ചേർക്കുന്നില്ല. വേണമെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിക്ക് പകരം 1 ടീസ്പൂൺ മുളക് പൊടിയും 2 പച്ചമുളക് കൂടി ചേർത്ത് ചതച്ചെടുക്കാം. ഇനി ഗരം മസാലപ്പൊടി അതൊരു 1/2 ടീസ്പൂൺ. ഇനി ഗരം മസാലപ്പൊടി ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പെരിഞ്ജീരകം ഗരം മസാലയുടെ കൂടെ വരുന്നൊരു കാര്യമല്ലേ. നമ്മൾ സാധാരണ ജീരകം അരയ്ക്കുന്നതിന് വരെ ഇതിൽ പെരിഞ്ജീരകം 1 ടീസ്പൂൺ അരപ്പിൻ്റെ കൂടെ ഒന്ന് ചതച്ചെടുക്കുക. പിന്നെന്താ വേണ്ടത്? ചെറിയ ഉള്ളി ഒരു 3-4 ചെറിയ ഉള്ളി, കൊച്ചുള്ളി, സാമ്പാർ ഉള്ളി, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഒന്ന് ചതച്ച് ഒരു തോരനെക്കാട്ടിലും ഒരു അല്പം കൂടി ഒന്ന് ചതഞ്ഞോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. കൂട്ടത്തിൽ ഇച്ചിരി കറിവേപ്പിലയും വേണമെങ്കിൽ ചേർത്ത് ചതച്ചെടുക്കാം. എന്തായാലും ഞാനിതൊക്കെ ഒന്ന് ചതച്ചുകൊണ്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ അരപ്പ് ചതച്ച് ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഒരു തോരൻ്റെ പാകത്തിന് അരച്ചത്. അപ്പോൾ ഇത് പിരിയൻ മുളക് പൊടി ആയതുകൊണ്ട് കുറച്ചുകൂടി കളർഫുള്ളാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം ചേർത്തു. അതുകൊണ്ടൊരു നല്ലൊരു ഓറഞ്ച് കളറിലേക്ക് മാറിക്കഴിഞ്ഞു നമ്മുടെ അരപ്പ്. ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് തോരൻ തയ്യാറാക്കി തുടങ്ങാം. ഇതുവരെ തോരൻ്റെ തയ്യാറെടുക്കലുകളാണ് ഓരോന്നായിട്ട് ചെയ്യുന്നത്. ഇനിയാണ് നമ്മൾ ശരിക്കും അടുപ്പ് കത്തിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകും. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതൊരു നാടൻ വിഭവമല്ലേ, വെളിച്ചെണ്ണയാണ് അതിൻ്റെ നല്ല കറക്റ്റ് കോമ്പിനേഷൻ. 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഏകദേശം ഒരു കപ്പെന്ന് പറയാം, വേണമെങ്കിൽ 1.25 കപ്പോളം എന്നും പറയാം. അതായത് ഒരു പിടിയോളം ചെറിയ ഉള്ളി, ഒരു 10-20 ചെറിയ ഉള്ളി എടുത്തിട്ട് 2ആയിട്ടും 3ആയിട്ടും ഉണ്ട കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഘനം കുറച്ച് നീളത്തിലല്ല, വട്ടത്തിനല്ല, പക്ഷേ ഇച്ചിരി ഘനമുള്ള പീസസായിട്ട് ഓരോ ഉള്ളിയും 2-3 പീസസായിട്ട് മുറിച്ചത്. അങ്ങനെ കഷ്ണങ്ങളാക്കിയ ചെറിയ ഉള്ളി അത് എണ്ണ ചൂടായിട്ട് അതിലേക്കിട്ട് ആദ്യം ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റണം. അപ്പോൾ എണ്ണ നല്ല ചൂടായി. ഇനി ഇതിലേക്ക് കൊച്ചുള്ളി കഷ്ണങ്ങളാക്കി ഇനി ഒന്ന് ചെറുതായി ഒന്ന് വാടണം, ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ എതിളുകളായിട്ട് ഇങ്ങനെ ഇളകി വന്നു തുടങ്ങി, കണ്ടല്ലോ, ആ ഒരു സ്റ്റേജ്. ഇപ്പോൾ കറിവേപ്പില ധാരാളം ചേർത്തിട്ടാണ് നമ്മൾ അരപ്പ് ചതച്ചിരിക്കുന്നത്. എന്നാലും ഫ്രഷ് കറിവേപ്പില 2 എണ്ണം ഇതിൻ്റെ കൂടെ ഇരിക്കട്ടെ. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മിക്സായി വരുന്ന പ്രത്യേക മണവും രുചിയുമാണ്. അപ്പോൾ ഇനി എന്താ വേണ്ടത്? അപ്പോൾ നമ്മളുടെ ചെറിയ ഉള്ളി വാടിക്കഴിഞ്ഞു, ഒരു ഇളം പിങ്ക് നിറമായി കഴിഞ്ഞു. ഇനി ഇതിനോടൊപ്പം തന്നെ അരപ്പ്, ചതച്ച് വച്ചിരിക്കുന്ന അരപ്പ്, തേങ്ങ ഒരു 1.25 കപ്പോളം തേങ്ങ ചിരകിയതും. പിന്നെ എന്താ ചേർത്തത്? 1.5 ടീസ്പൂൺ മുളക് പൊടി, പിരിയൻ മുളക് പൊടി. അതിനോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ ഒരു 4 കൊച്ചുള്ളി. അപ്പോൾ അരപ്പ് ചേർത്തു. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ കല്ലുമേക്ക വൃത്തിയാക്കി വെക്കാം. അപ്പോൾ ഉപ്പിൻ്റെ പ്രയോഗം ഇതുവരെ ആയിട്ടില്ല. ഇനി കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം.
ഉപ്പ് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് കൂടുതലിടാം. ആദ്യമേ കൂടുതൽ വേണ്ട, കുറച്ചിട്ടാൽ മതി. ഇനി അരപ്പൊന്ന് വേകണം. കൊച്ചുള്ളി ഒന്ന് വാടിയിട്ടേ ഉള്ളൂ, അതും ഒരല്പം വേകണം. അപ്പോൾ ഇതിനെല്ലാം ആവശ്യമാണ്. കല്ലുമ്മക്കായ ആയതുകൊണ്ട് വെന്ത് കഴിഞ്ഞതാണ്, എന്നാലും ഒരു ചെറിയ വേഗൽ വേണ്ടേ? അരപ്പെല്ലാം അതിലൊന്ന് പിടിക്കണം, ആ രുചിയെല്ലാം ഒന്ന് ഇറങ്ങണം. ഒരല്പം വെള്ളം, ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഉള്ളി ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകും, അത് പാടില്ല. ആവശ്യത്തിന് മാത്രം എല്ലാം ഒന്ന് വെന്ത് കിട്ടണം. ഇനി തീ ഒരല്പം കുറച്ചിട്ട് പാത്രം അടച്ചിട്ടിട്ട് ഇത് വേകാനായിട്ട് സമയം കൊടുക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരുപാട് സമയമൊന്നും വേണ്ട. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി അരപ്പിൻ്റെയൊക്കെ പച്ചച്ചുവ മാറി ഒന്ന് പാകമായി കഴിയുമ്പോൾ നമ്മളൊന്ന് ഇളക്കി ഒരു തോരൻ പാകത്തിൽ എടുക്കും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അടപ്പ് തുറന്നു. ആഹാ, നല്ലൊരു മണം. വെള്ളമെല്ലാം വറ്റി, അരപ്പെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറി, ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കല്ലുമ്മക്കായിലേക്ക് പിടിച്ച് അത് കുറച്ചുകൂടെ ഒന്ന് വെന്ത് ചുരുങ്ങിയിട്ടുണ്ട്. അരപ്പിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകമായി കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. നല്ല മണമാണ്. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വിളമ്പുന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ നല്ല മണവും രുചിയുമുള്ള കല്ലുമ്മക്കാ തോരൻ ഇവിടെ റെഡിയായി. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി നമുക്കിടാം. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഗ്രീൻ കളർ കിട്ടും. നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന കറിവേപ്പിലെല്ലാം വാടിപ്പോയില്ലേ, കുക്കായി കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഒരു എത്നിക് സ്റ്റൈലിൽ ഇങ്ങനെ വിളമ്പാൻ സാധിക്കില്ലേ? അപ്പോൾ ഇതൊരു റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ഇങ്ങനെ വലിയ ഫാഷനാണല്ലോ, വളരെ നാടൻ രീതിയിലുള്ള വിഭവങ്ങൾ നാടൻ രീതിയിൽ തന്നെ വിളമ്പുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ വീട്ടിലും നമുക്ക് ആ ഒരു രീതിയെല്ലാം പരീക്ഷിക്കാം. പ്രത്യേകിച്ച് അതിഥികൾ വരുമ്പോൾ മേശപ്പുറത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ ഇതൊരു ഭംഗിയുള്ള രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. വളരെ സ്വാദാണ്. ഇതിൻ്റെ കൂടെ നല്ല വേവിച്ച കപ്പ, വേറെ ഒന്നും വേണ്ട, വെറുതെ വലിയ കഷ്ണങ്ങളായി മുറിച്ച് കൊത്തിയെടുത്ത് ഊറ്റി ഉപ്പിട്ട് വേവിച്ചെടുത്ത കപ്പയുടെ കൂടെ കഴിച്ചാൽ ഏറ്റവും സ്വാദാണ്. പിന്നെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, ചോറിൻ്റെ കൂടെയോ ആപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം.